ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ തുടർച്ചയായ 8 ദിവസത്തെ ഒരു കണ്ടിന്യൂസ് നെഗറ്റീവ് ക്ലോസിംഗിന് ശേഷം നിഫ്റ്റി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ 30 പോയിന്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ബാങ്ക് നിഫ്റ്റി 150 പോയിന്റിന്റെ ഒരു ക്ലോസിംഗ്, പ്ലസ്സിൽ ക്ലോസിംഗ് കിട്ടിയ ഒരു വളരെയധികം ആശ്വാസം പകരുന്ന ഒരു ദിവസമാണ് ഇന്ന്. HDFC ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ കമ്പനീസാണ് ഇന്ന്, റിലയൻസ് തുടങ്ങിയ കമ്പനീസാണ് ഇന്ന് നിഫ്റ്റിയുടെ കുറച്ച് കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത്. എയർടെൽ ഇന്ന് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. എയർടെലിൻ്റെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പായിട്ടുള്ള സിങ്ടെൽ ഏകദേശം ഒരു 8500 കോടി രൂപ വറുത്ത് വരുന്ന സ്റ്റോക്കുകൾ സെല്ല് ചെയ്തേക്കാമെന്നുള്ള ന്യൂസ് കാരണം എയർടെൽ ഇന്ന് വലിയ തോതിൽ ഇടിഞ്ഞു. സെൻ ടെക്നോളജിയാണ് ഇന്ന് മിഡ് ക്യാപ്പ് സെക്ടറിൽ 20% ഇടിഞ്ഞ ഒരു പുതിയ ഒരു ഇര. ഓരോ ദിവസം മിഡ് ക്യാപ്പിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് 20% ഇടിവ് രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം അത് സെൻകോ ഗോൾഡ് ആയിരുന്നു. ഇന്നും സെൻകോ ഗോൾഡ് ഇടിഞ്ഞു, ഏകദേശം ഒരു 9% ഇടിവ് രേഖപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ കൂടിയും അത് ട്രേഡ് ചെയ്യാനായിട്ട് അത്ര എലിജിബിൾ അല്ല. കാരണം അത്ര തീവ്രമായ രീതിയിലാണ് ആ ഒരു ഇൻഡെക്സ് മൂവ് ചെയ്യുന്നത്. മണപ്പുറം ഫിനാൻസും ഇന്ന് ഏകദേശം 7%-ഏറെ റാലി രേഖപ്പെടുത്തി. IT കമ്പനീസ് ഇന്ന് പൊതുവെ വീക്കായിരുന്നു. TCS, വിപ്രോ, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനീസാണ് IT സെക്ടറിൽ നിന്ന് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെട്ടത്. ഗോൾഡിൻ്റെ ഇമ്പോർട്ട് പ്രൈസ് ഇന്ത്യ ഉയർത്തി. $41 പെർ 10 ഗ്രാമിനാണ് ഇന്ത്യ ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ഗോൾഡ് ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ആളുകൾ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതൊരു ഇംബാലൻസ് സൃഷ്ടിക്കുന്നുണ്ട്. ഈ കാരണം കൊണ്ടാണ് ഈ ഒരു ഗോൾഡിന് ഇമ്പോർട്ട് പ്രൈസ് ഉയർത്തിയത്. പ്രധാന ഒരു ഡേറ്റ വന്നിട്ടുള്ളത് നമ്മളുടെ എക്സ്പോർട്ട് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കഴിഞ്ഞ വർഷം ഇതേ സമയം $37.32 ബില്യൺ ആയിരുന്നെങ്കിൽ ഈ തവണ അത് കുറഞ്ഞ് $36.43 ബില്യൺ നമ്മുടെ എക്സ്പോർട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടും പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇമ്പോർട്ട് വർദ്ധിച്ചതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് സ്ലൈറ്റ്ലി ഒരു അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ റുപ്പീസ് 86.72 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഉള്ളത്. നമ്മുടെ FISൻ്റെ ഫണ്ട് ഔട്ട്ഫ്ലോയുടെ കാര്യത്തെ പറ്റി എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം അത് എടുത്തു പറയേണ്ട കാര്യമില്ലെങ്കിൽ കൂടിയും കഴിഞ്ഞ വർഷത്തിൽ സെല്ല് ചെയ്തത് എൻ്റെ 1/3 വെറും 2 മാസം കൊണ്ട് അവർ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇന്ന് മഹേന്ദ്രയുടെ ഭാഗത്തുനിന്ന് അവരുടെ പുതിയ വാഹനത്തിൻ്റെ എല്ലാം തന്നെ അഡ്വർടൈസ്മെൻറ്റ് ഗംഭീരമായിട്ട് ന്യൂസ് പേപ്പറിലെല്ലാം നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് 8700 കോടി രൂപയുടെ ബുക്കിംഗ് അവർക്ക് കിട്ടി. എങ്കിൽ കൂടി ഇന്ന് മഹേന്ദ്ര ഉൾപ്പെടെയുള്ള ഓട്ടോമൊബൈൽ സെക്ടർ ഇന്ന് വലിയ തോതിൽ ഒരു ഷെയിൻ ചെയ്തില്ല. അതൊരു പ്രധാന കാരണം ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ചൂട് പിടിച്ചിട്ടുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള വലിയൊരു കുറ്റപ്പെടുത്തലായിരുന്നു ഞങ്ങൾ, അതായത് US-ൻ്റെ താരിഫ് ഹൈക്കിനെ പറ്റി മാത്രം സംസാരിക്കുമ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ഉയർന്ന രീതിയിലുള്ള താരിഫ് ഹൈക്ക് നിലവിലുണ്ട് എന്നുള്ളത് ഈ ടെസ്ല എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിലേക്ക് പലതവണ വരാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു റെസ്ട്രിക്ഷൻ കാരണമാണ്. അപ്പോൾ വീണ്ടും ചർച്ചകൾ മുന്നോട്ട് വരികയാണെങ്കിൽ ടെസ്ല ഇന്ത്യയിലേക്ക് വന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നിലവിൽ പാസഞ്ചർ സെഗ്മെൻറ്റിൽ വെറും 2% മാത്രമാണ് EV സെഗ്മെൻറ്റിൽ ഉള്ളത്. അത് 2030 കൂടിയിട്ട് അത് 30%-ലേക്കും ഉയർത്താനായിട്ടാണ് ഇന്ത്യയിലുള്ള നിലവിലുള്ള ഡൊമസ്റ്റിക് മേഖലയിലുള്ള ഓട്ടോമൊബൈൽ കമ്പനീസിൻ്റെ എല്ലാം തന്നെ പ്ലാൻ. നമുക്കറിയാം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പോരായ്മകളുണ്ട്, ദുരിതഗതിയിലൊന്നും തന്നെ അത് വരില്ല. പക്ഷേ ടെസ്ല പോലെയുള്ളൊരു കമ്പനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ നിലവിലുള്ള ഈ ഒരു ഓട്ടോമൊബൈൽ സെക്ടറിന് അത് ദോഷകരമായേക്കാം എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് റെസൊല്യൂഷൻസ് എല്ലാം തന്നെ ഏർപ്പെടുത്തുന്നത്. പക്ഷേ ഗ്ലോബൽ തലത്തിൽ ട്രംപ് തന്നെ നേരിട്ട് ഇത്തരത്തിലുള്ള പോയിന്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഇന്ത്യ ഒന്ന് അഴിയുകയാണെങ്കിൽ ടെസ്ലയ്ക്ക് ഇങ്ങോട്ടുള്ള വരവ് സുഗമമാകും. അത് നിലവിലുള്ള ഓട്ടോമൊബൈൽ സെക്ടറിന് അത് അവരുടെ കാര്യം അവതാളത്തിലാവും. കാരണം EV ആണ് ഒരു പുതിയ രീതിയിൽ ആളുകൾ ഒറ്റുനോക്കുന്ന ഒരു പ്രത്യേക സെക്ടർ. അപ്പോൾ അതാണ് ഒരു പ്രധാന അപ്ഡേറ്റ് ഉള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 ജർമ്മൻ മാർക്കറ്റും പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റിൽ തന്നെ പൊതുവേ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. US മാർക്കറ്റിൽ നിന്ന് അവധിയാണ്. ഗോൾഡ് വീണ്ടും ഉയർന്ന് $2902 പെർ ഔൺസ് എന്ന നിലയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 96,000 എന്ന നിലയിലാണ് ബിറ്റ്കോയിൻ ഇപ്പോൾ ട്രേഡ് രേഖപ്പെടുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സ്റ്റോക്കുകളുടെ വാർത്തകൾ മാർക്കറ്റിൽ
ചർച്ച ചെയ്യപ്പെടുന്ന സ്റ്റോക്കുകളുടെ ന്യൂസുകൾ മാത്രമാണ്. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്. ആദ്യമായിട്ട് ഉള്ളത് RVNL എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഇവരുടെ റവന്യൂ ഗൈഡൻസ് എല്ലാം തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 22,000 കോടി എന്ന റവന്യൂ കമ്പനി നിലനിർത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. അരവിന്ദ് സ്മാർട്ട് സ്പേസ് കമ്പനി ഇവർ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ അഹമ്മദാബാദ് തുടങ്ങാനായിട്ട് കമ്പനി പദ്ധതി ഇട്ടു. 6,000 കോടി രൂപ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പുതിയ പ്രൊജക്റ്റാണ്. L&T മൈൻട്രി കമ്പനി ഇവർ ഒരു പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് ഗ്രീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ടുള്ള യൂറോ ബാങ്ക് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. ആനന്ദ് രാജ് കമ്പനിയെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, ഇവർ CC ഡേറ്റ സർവീസ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ക്ലൗഡ് സ്പേസ് പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ്. സൊമാറ്റോ കമ്പനി AI പവേർഡ് ആയിട്ടുള്ള പുതിയ ഒരു കസ്റ്റമർ സപ്പോർട്ട് പ്ലാറ്റ്ഫോം അവർ ലോഞ്ച് ചെയ്തു. സൊമാറ്റോയുടെ എല്ലാം തന്നെ ഈവൻ്റ് എന്ന് പറഞ്ഞ പേരിലുള്ളൊരു പുതിയൊരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തതായിട്ടുള്ള ന്യൂസ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ കണ്ടിരുന്നു. തോമസ് കുക്ക് നിലവിലുള്ള ഇവരുടെ ഒരു പാർട്ട്ണറാണ്, ട്രാവൽ പാർട്ട്ണറാണ് SOTS എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ SOTS ആയിട്ട് ഇവർ നിലവിലുള്ള പാർട്ണർഷിപ്പ് എക്സ്പാൻഡ് ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. GMR എയർപോർട്ട് കമ്പനിയാണ്. ഇവർ ജാനുവരിയിൽ ഇവരുടെ ഹാൻഡിൽ ചെയ്യുന്ന എയർവേ പാസഞ്ചേഴ്സിൻ്റെ എല്ലാം തന്നെ വോളിയം 11% ഉയർച്ച കൈവരിച്ചതായിട്ട് കമ്പനി അവകാശപ്പെട്ടു. കൂടാതെ പേടിഎം കമ്പനി SBI മ്യൂച്വൽ ഫണ്ടായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. NTPC കമ്പനി ഇവർ $62 ബില്യൺ ഇവരുടെ നിലവിലുള്ള പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു ന്യൂസ്. ശക്തി പമ്പ് ഇവരുടെ EV മൊബൈലിറ്റി സെക്ടറിലേക്ക് വേണ്ടിയിട്ട് ഫണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എല്ലാം തന്നെ AP മോല്ലർ എന്ന് പറയുന്ന ഡെൻമാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഷിപ്പിംഗ് കമ്പനിയായിട്ട് അവരുടെ ഷിപ്പിൻ്റെ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയ്യാനായിട്ടുള്ളൊരു കരാറ് സൈൻ ചെയ്തു. ദിലീപ് ബിൽഡ്കോൺ കമ്പനി നാഷണൽ ഹൈവേ അതോറിറ്റി ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസുകളാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. ആ ന്യൂസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഉള്ള പുതിയ ഡേറ്റ പ്രകാരം NSEയിലുള്ള ഏകദേശം 1000 കമ്പനീസ് നിലവിൽ 30% കറക്ഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. കൂടാതെ ഒട്ടുമിക്ക മിഡ് ക്യാപ്പ് കമ്പനീസും 30 മുതൽ 50% കറക്ഷൻ രേഖപ്പെടുത്തി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനീസിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഡിഫൻസ് സെക്ടറിലുള്ള ഒരു പ്ലസ് ആയിട്ടുള്ളൊരു കാര്യം, ഇന്ത്യ ഡിഫൻസ് എക്സ്പോർട്ട് ഹബ്ബായിട്ട് ഇന്ത്യനെ മാറ്റാനായിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ട്. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഒരു അജണ്ട പ്രകാരം ഇന്ത്യ വിദേശത്തേക്ക് എല്ലാം തന്നെ ഈ ഒരു വെപ്പൺസ് യുദ്ധ സാമഗ്രികളെല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്യാനായിട്ടാണ് പദ്ധതി. പക്ഷേ മേക്ക് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞ പ്രോജക്റ്റ് അമേരിക്കയ്ക്ക് കൊണ്ട് അതാത് രാജ്യങ്ങൾക്ക് അതാത് ഇതുപോലെയുള്ള പുതിയ മുദ്രാവാക്യമുണ്ട്. എങ്കിലും നിലവിൽ ഇന്ത്യ അറിയാവുന്ന പോലെ തന്നെ ഡിഫൻസ് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് കൂടുതൽ. നിലവിൽ എക്സ്പോർട്ട് ഹബ്ബായിട്ട് മാറിയിട്ടില്ല. പക്ഷേ ലോങ് ടൈമിലേക്ക് നമ്മുടെ പദ്ധതി അങ്ങനെ എക്സ്പോർട്ട് ഹബ്ബുകളൊക്കെ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള വാർത്തകൾ ഇതാണ്. അപ്പോൾ നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസുകളൊക്കെ ആയിട്ട് എത്താം. താങ്ക് യു.